ജയിലർ 2-ൻ്റെ ട്രയൽ ഞാൻ കണ്ടു. ഞാൻ ആ ട്രയൽ ഇറങ്ങിയപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു പോസ്റ്റർ മാത്രം കണ്ടു ട്രയലറിൻ്റെ, അല്ലാതെ എടുത്ത് നോക്കാനൊന്നും ഞാൻ പോയില്ല. ഞാൻ അതിൻ്റെ ട്രയലിൻ്റെ ഇപ്പം എടുത്ത് നോക്കിയപ്പം എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പിന്നെ നെൽസനും അനിരുദ്ധും അവിടെ പേടിച്ചിരിക്കുന്നതായിട്ടൊരു സീൻ കാണിക്കുന്നുണ്ട്, എല്ലാ സംഭവമുണ്ട്. പക്ഷേ എനിക്ക് എടുത്ത് പറയാനായിട്ട് എനിക്ക് മനസ്സിൽ എല്ലാത്തിനും ഫീൽ ചെയ്തില്ല. രജനികാന്ത് വരുന്നു, അവിടെ കണ്ണാടി കാണിക്കുന്നു, പിന്നെ പൊട്ടിത്തെറിക്കുന്നു. ഇതിനകത്തൊന്നും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയുക, എനിക്കൊരു ഫീലിങ്സും വന്നിട്ടില്ല ജയിലർ 2 കണ്ടപ്പോൾ. ഇനി മറ്റുള്ള ഓഡിയൻസിന് എനിക്ക് അറിയത്തില്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ആ പഴയ സാധനം തന്നെ എനിക്കത് കണ്ടപ്പം ബീസ്റ്റിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു. ആ ലാസ്റ്റ് രജനികാന്ത് വന്ന് നിൽക്കുന്ന സംഭവം കണ്ടപ്പോൾ. അല്ലാതെ എനിക്ക് വലുതായിട്ട് മറ്റേ എന്താ ഹൈപ്പൊന്നും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പൊതുവെ ജയിലർ 2 ഞാൻ കണ്ടതാണ്, പക്ഷേ എനിക്കെന്തോ ഈ ട്രയലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. എന്തോ കണ്ടപ്പം എന്താ പറയുക, മനസ്സിലാതെല്ലാം കൂടെ ഓടി വന്നു, അത്രയാണ്. പിന്നെ എൻ്റെ ഫാമിലിയുടെ ഒപ്പീനിയൻ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് സീരിയസ്ലി ട്രയലർ ഇഷ്ടപ്പെട്ടില്ല. ട്രയലർ ആവറേജ് ആണ് ജയിലർ 2-ൻ്റെ. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ റിവ്യൂ ചെയ്തു. പിന്നെ വാവ് അമേസിങ് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിട്ട് ഒരു സംഭവം അതിലില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ബീസ്റ്റിൻ്റെ ഇങ്ങോട്ട് ബീസ്റ്റിൻ്റെ കണക്ട് ചെയ്ത് നോക്കിയതല്ല. എനിക്കത് കണ്ടപ്പം മനസ്സിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ബീസ്റ്റിൻ്റെ അത് ഓടി വന്നേ പെട്ടെന്ന്, മനസ്സിലായോ? അപ്പം എനിക്ക് നല്ല ട്രയലർ തന്നെ ഞാൻ നല്ലതെന്ന് പറയും. നെഗറ്റീവ് റിവ്യൂഡ് ഈ വരുന്ന ട്രയലറിന് നെഗറ്റീവ് എന്ന് പറയും. എനിക്ക് ഒരു ആവറേജ് ആയിട്ടേ തോന്നുള്ളൂ ട്രയലർ കണ്ടപ്പോൾ. എൻ്റെ ഫാമിലിക്ക് അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് ആവറേജാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ ആ പടത്തിന് ഒരു എക്സ്പെക്റ്റേഷനും കൊടുക്കുന്നില്ല. അത് കണ്ടപ്പോൾ ട്രയൽ കണ്ടപ്പോൾ എന്താ മതിയായി. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മൂവി റിവ്യൂടെ വൈൻഡപ്പ് ചെയ്യുന്നു.